സോ ഗുഡ് ഈവനിങ്, എല്ലാവർക്കും നമസ്കാരം. തിരുക്കുറളിൻ്റെ പുതിയൊരു അധ്യായം 69-ാമത്തെ ശ്ലോകത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇന്ന് മോഹൻദാസ് സാറിനോടൊപ്പം മണികണ്ഠൻ സാറും കൂടെ നമ്മുടെ കൂടെയുണ്ട്. മണികണ്ഠൻ സാർ നമുക്ക് അതിൻ്റെ തമിഴ് ഭാഗവും മലയാള ഭാഗവും ഒക്കെ കൃത്യമായിട്ട് വിവരിച്ചു തരും. സോ നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം മണികണ്ഠൻ സാറിനെ. മണികണ്ഠൻ സാർ, യു ആർ വെൽക്കം. ഓ ശരി. തുടങ്ങാമല്ലോ. തുടങ്ങാം സാർ. ദൂത്, തൂത്. മലയാളത്തിൽ ദൂത് എന്ന് പറയുന്നത്, തമിഴില് തൂത് എന്നാണ് പറയുന്നത്. ദൂത് പോവുക. ഈ ദൂത് പോവുക എന്നുള്ളത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു നിർണായക ഘട്ടത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ തമിഴ് സാഹിത്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ തൂത് എന്ന് പറയുന്നത് ഒരു സാഹിത്യത്തിന്റെ ഒരു പിരിവായിട്ട് തന്നെ ഉണ്ട്. അതായത് തമിഴിലെ ചിറ്റിലക്കിയങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 96 എണ്ണം ഉണ്ട്. ചിറ്റിലക്കിയങ്ങൾ. ഇലക്കിയം എന്ന് പറഞ്ഞാൽ സാഹിത്യം, ചിറ്റിലക്കിയം എന്ന് പറഞ്ഞാൽ ചെറിയ സാഹിത്യം. വലിയ വലിയ ഐമ്പെരുങ്കാപ്യങ്ങൾ, ഐഞ്ചിറു കാപ്യങ്ങൾ അല്ലാതെ ഈ ചിറ്റിലക്കിയങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 96 രീതിയിലുള്ള ചിറ്റിലക്കിയങ്ങളുണ്ട്. അതില് ഉല, തൂത്, പിള്ളൈത്തമിഴ്, കലമ്പകം, ഭരണി, ഇങ്ങനെ 96 എണ്ണം. അപ്പൊ അതിൽ ഒന്നാണ് ഈ ദൂത്. അപ്പൊ ദൂത് എന്ന് പറഞ്ഞാൽ ദൂത് പോവുക തന്നെയാണ്. ജീവിതത്തിൽ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ചില ക്രിട്ടിക്കൽ സ്റ്റേജ് വരുമ്പോ നമ്മൾ ആ പ്രശ്നം തീർക്കാൻ വേണ്ടി ദൂത് വിടും. തമിഴിൽ തന്നെ തമിഴ് സാഹിത്യം നോക്കുകയാണെങ്കിൽ കിളി വീട് തൂത്, തമിഴ് വീട് തൂത്, ഇങ്ങനെ തമിഴിനെ ദൂതായിട്ട് വിട്ട ഒരു സാഹിത്യമുണ്ട്. അത് തമിഴ് വീട് തൂത്. കിളി, പച്ചക്കിളിയെ ദൂത് വിട്ട ഒരു സാഹിത്യമുണ്ട്. അത് കിളി വീട് തൂത്. അതുപോലെ ഔവയാർ എന്ന് പറയുന്ന കവിയത്രി, തൊണ്ടൈമാൻ, അതിയമാൻ എന്ന് പറയുന്ന 2 രാജാക്കന്മാർക്ക് ഇങ്ങനെ ശത്രുത ഉണ്ടായപ്പോ അത് മാറ്റാൻ വേണ്ടി ദൂത് പോയി. ഇങ്ങനെ ദൂത് ഇലക്യങ്ങൾ കൊണ്ട് സമ്പുഷ്ടമാണ് തമിഴ് സാഹിത്യം. അപ്പോൾ തിരുവള്ളുവർ അതിനു മുമ്പേ ഈ ദൂതിനെ കുറിച്ച് എഴുതി. ഈ സംഘസാഹിത്യങ്ങളിൽ ഒരുപാട് അതിന് മുമ്പുള്ള സാഹിത്യങ്ങളിൽ തന്നെ ഇത് ഉണ്ടെങ്കിലും വളരെ വ്യക്തമായിട്ട് ദൂതിനെ കുറിച്ച് ഒരു അധികാരത്തില് 10 പാട്ട് എഴുതിയത് തിരുവള്ളുവർ മാത്രമാണ്. അപ്പൊ ദൂത് എന്ന് പറയുന്നത് ഒരു രാജാവിനായാലും അല്ലെങ്കിൽ ഇന്ന് വരെ നമ്മൾ ഇന്നത്തെ ഈ ലോകത്ത് തന്നെ ഒരു അംബാസഡർ എന്ന് പറയുന്ന ഒരാള് രാജ്യത്തിന്റെ ഒരു ദൂതുവനായിട്ട് ഉണ്ട്. അപ്പൊ ദൂത് എന്ന് പറയുന്നത് ഏറ്റവും ഒരു വലിയ കാര്യം. പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി ദൂതന്റെ ആവശ്യം വളരെ അനിവാര്യമാണ്. അപ്പൊ ഇതിൽ ആദ്യത്തെ പാട്ട് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. തൂത്. அன்புடைமை ஆண்ட குடிப்பிறத்தல் வேந்தவாம் പൺപുടമൈ തൂതുരൈപ്പാൻ പண்பு. ഒരു ദൂതന്റെ ഗുണം എങ്ങനെ ഉണ്ടായിരിക്കണം എന്നതാണ് ഇതിന്റെ ഡെഫിനിഷൻ. അൻപുടമൈ ആൻഡ കുടിപ്പിറത്തൽ വേന്തവാം പൺപുടമൈ തൂതുരൈപ്പാൻ പண்பு. തൂതുരൈപ്പാൻ പண்பு, അവസാനത്തെ 2 വാക്ക് ആദ്യം എടുക്കുക. തൂത് ഉരൈപ്പാൻ പண்பு, ദൂതായിട്ട് ഉരയ്ക്കുന്നവൻ. ഉരയ്ക്കുന്ന പറയുക, ഉരിയാടുന്നവൻ. ദൂത് ആയിപ്പോയി കാര്യങ്ങൾ പറയുന്നവന്റെ പண்பு, അവന്റെ ഗുണം എങ്ങനെ ഉണ്ടായിരിക്കണം. ഇനി ഫസ്റ്റ് അൻപുടമൈ, ഒന്ന് ആത്മാർത്ഥ സ്നേഹം ഉണ്ടായിരിക്കണം ആ ദൂതുവന്. പിന്നെ ആന്റെ കുടിപ്പിറത്തൽ, കുലമഹത്വം ഉണ്ടായിരിക്കണം. നല്ല കുടുംബത്തില് ജനിച്ചവനായിരിക്കണം. നമ്മൾ ഏതൊരു കാര്യവും ആ ഒരു നല്ല കുടുംബത്തിൽ, ആ കുടിപ്പിറപ്പ് എന്ന് പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ആരെങ്കിലും എന്തെങ്കിലും ഏൽപ്പിക്കാൻ കൊള്ളൂല. നല്ല കുടുംബത്തിൽ പിറന്നവര് മാത്രമേ ഒരു നല്ല കാര്യം ചെയ്യാൻ പറ്റുകയുള്ളൂ. കുടിപ്പിറത്തൽ. അതുപോലെ വേന്തവാം പൺപുടമൈ, വേന്ത് എന്ന് പറഞ്ഞ രാജാവ്. രാജാവ് പ്രതീക്ഷിക്കുന്ന
ഒരു സംസ്കാര ഗുണം, ഒരു നല്ല ഒരു സംസ്കാര ഗുണം. ഇത് മൂന്നും ദൂത് ഉരൈപ്പാൻ പண்பாണ്. ദൂത് പോകുന്നതിന്റെ ഗുണങ്ങളായി ഇരിക്കണം. ഇപ്പൊ രാജാവിന്റെ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ രാജാവിന്റെ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഒരു വ്യക്തി ദൂതായി പോകുന്നത്. ആ ദൂതായി പോകുന്ന ആ വ്യക്തിയുടെ പண்ப്, ഗുണം, ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം മൂന്നാണ്. ഒന്ന് സ്നേഹം, കുലമഹത്വം, രാജാവ് പ്രതീക്ഷിക്കുന്ന ഒരു സംസ്കാര ഗുണം. அன்புடைமை ஆன்ற குடிப்பிறத்தல் வேந்தவாம் பண்புடைமை தூதுரைப்பான் பண்பு. தூதாக போகக்கூடிய ஒரு நபருடைய இயல்பு எப்படி இருக்க வேண்டும்? அவன் அன்புள்ளவனாகவும் குடிப்பிறப்பு உள்ளவனாகவும் அரசன் எதிர்பார்க்கக்கூடிய நல்ல குணங்கள் உள்ளவனாகவும் இருக்க வேண்டும். അതാണ് ആദ്യത്തെ പാട്ടിന്റെ അർത്ഥം. എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ പ്രധാനപ്പെട്ട കാലിക പ്രസക്തിയും കൂടി ഉള്ള ഒരു വിഷയമാണ് ഇന്നത്തേത്. തിരുക്കുറലിന്റെ ചാപ്റ്റർ 69 തമിഴിൽ തൂതു. മലയാളത്തിൽ നമുക്കതിനെ നയതന്ത്രജ്ഞൻ എന്ന് വേണമെങ്കിൽ വിളിക്കാൻ പറ്റും. എൻബോയ്. ഇവിടെ ദൂത് എന്ന് മാത്രമാണ് നമ്മുടെ ഇതിന്റെ ഔദ്യോഗിക ഹെഡിങ്ങിലുള്ളത്. പക്ഷെ നമുക്കിത് വായിച്ചു വരുമ്പോൾ ദൂത് അറിയിക്കുന്ന ആളിനെ കുറിച്ചാണ് ഇത് പറഞ്ഞിരിക്കുന്നത് നമുക്ക് വ്യക്തമാകും. ഇന്നൊരു പക്ഷെ IFS ഒക്കെ പാസ്സായ ആളുകൾ നയതന്ത്രജ്ഞന്മാരായിട്ട് വരും. ഇതിന്റെ ഒരു ഇൻട്രഡക്ഷൻ നമുക്ക് കണ്ടാൽ ഇങ്ങനെ പറയാൻ പറ്റും. സ്നേഹം അനുയോജ്യമായ കുടുംബത്തിലെ ജനനം, സൗഹാർദ്ദപരമായ സ്വഭാവം, ഏതൊരു രാജാവിനെയും സംരക്ഷിക്കുന്ന വളരെ ആകർഷിക്കുന്ന സ്വഭാവം എന്നിവയാണ് ഇത്തരത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ദൂതന്റെ നല്ല ഗുണങ്ങൾ. സ്നേഹം, ജ്ഞാനം, സൂക്ഷ്മമായ സംസാരം ഒരു ദൂതന് അത്യാവശ്യമായ 3 ഗുണങ്ങളാണ്. മറ്റ് ഭരണാധികാരികളെ നയതന്ത്ര വിജയം ആഗ്രഹിക്കുന്ന ഒരു ദൗത്യത്തിലെ ദൂതൻ പണ്ഡിതരിൽ മികവ് പുലർത്താൻ തക്ക പാണ്ഡിത്യമുള്ളവനായിരിക്കണം. ജ്ഞാനം, ശാരീരിക സാന്നിധ്യം, സമഗ്രമായ പഠനം, ഇവ 3 സമൃദ്ധമായി ഉള്ളവൻ ഒരു നയതന്ത്ര ദൗത്യത്തിന് പോകട്ടെ. സമഗ്രത പുലർത്തുക, ആക്ഷേപകരമായ വാക്കുകൾ ഒഴിവാക്കുക, പുഞ്ചിരി ഉണർത്തുക എന്നിവയൊക്കെയാണ് ലക്ഷ്യം നേടുന്നതിനുള്ള ഒരു ദൂതന്റെ വഴികൾ. 681 കുറലിലേക്ക് നമ്മൾ കൃത്യമായി കിടക്കുമ്പോൾ അൻപുടമൈ ആൻഡ കുടിപ്പിറത്തൻ വേന്തവാം പെൺ ഉടൈമൈ ദൂതുരൈപ്പാൻ പண்பு. അലി അഭിജാദ്യം നൃപന്മാർ കൊതിക്കുന്ന ഗുണമിവ ദൂതന്റെ നന്മ. സ്നേഹം, പാരമ്പര്യം, സാംസ്കാരിക സ്വഭാവം എന്നിവയാണ് സന്ദേശവാഹകന്റെ രാജാവ് ഇഷ്ടപ്പെടുന്ന ഗുണങ്ങൾ. മലയാളത്തിൽ നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞാൽ, രാജ്യത്തിന് വേണ്ടി ദൂതനായി പോകുന്ന വ്യക്തി സ്നേഹസമ്പന്നനും ഉയർന്ന കുടുംബത്തിൽ നിന്നുള്ളവനും രാജാവ് ബഹുമാനിക്കുന്ന സ്വഭാവ സമ്പന്നനുമായിരിക്കണം. ഈ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ പ്രതിനിധിയായിരിക്കാനുള്ള യോഗ്യത നൽകുന്നു. ഓവർ. Thank you, sir. The Tirukural is a classical Tamil poetic work composed by Tiruvalluvar, considered one of the greatest works on ethics and morality. It is a collection of 1000 Thank you.
മാം കട്ടായി പോയോ? സാറ് പിന്നെ കുറൾ ഇടുന്നില്ലായിരുന്നല്ലോ സാറേ, ആദ്യത്തെ കുറൾ വന്നില്ലായിരുന്നു. 681 681. അതായിട്ടിരിക്കുന്നത് കാണുന്നില്ലേ? ഇല്ല സാറേ, എനിക്ക് കിട്ടിയിരിക്കുന്നത് തിരുക്കുറൾ പാകൻ 2 അർത്ഥപ്രകരണം എന്നുള്ള ആ ഒരു ആദ്യത്തെ ഇതാ കിട്ടിയിരിക്കുന്നത്. വന്നില്ല. അത് മാത്രമേ ഇൻട്രഡക്ഷൻ ഭാഗം 2 അർത്ഥം. ഇതല്ലേ 681? ഇപ്പൊ വന്നില്ലേ? ഞാൻ മെസ്സേജ് അയച്ചിരുന്നു സർ. ഇപ്പൊ വരുന്നില്ല? ഓക്കെ ഓക്കെ ഇല്ല ഇല്ല, അത് 681 വിസിബിൾ അല്ല. ഓക്കെ 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 ശരി ശരി. ഇപ്പൊ വന്നല്ലോ അല്ലേ? ഓക്കെ ഓക്കെ. മറ്റേ മാം കട്ടായി പോയി ഇല്ല തോന്നുന്നു. സർ, ഞാൻ വന്നു. വന്നു. ഓക്കെ ഓക്കെ ശരി. The Tirukkural is a classical Tamil poetic work composed by Thiruvalluvar, considered one of the greatest works on ethics and morality. It is a collection of 1330 couplets, kurals, organized into 133 chapters, divided into 3 books: Aram, Virtue, Porul, Wealth, Politics, and Imbam, Love. It concisely covers diverse topics like statecraft, justice, and family life, embodying universal timeless wisdom. Chapter 69, The Envoy Thudavir, falls under the book of Porul and discusses the essential qualities, duties, and diplomatic skills required of a king's messenger. The envoy is crucial, acting as the bridge between 2 rulers and representing his kingdom's honor. The envoy's qualities. The couplet Kural 681 states an ambassador's desirable qualities are love for his king and country, ancestral dignity, legacy, and an agreeable nature. These 3 traits, Anbu, love, Paripu, legacy or dignity, and Taram, cultural trait, clear understanding preferred by the king, are vital for an envoy to successfully negotiate and deliver the message without compromising his state's honor. A fitting example is Lord Krishna acting as the envoy Duda for the Pandavas to the court of the Kauravas before the Mahabharata war. Krishna possessed an unparalleled love for righteousness and the Pandavas' cause, upheld his legacy as a respected leader and deity, and demonstrated a clear, persuasive cultural trait and understanding of the situation as desired by Yudhishthira. He presented the Pandavas' rightful claim with dignity, skillfully navigating the hostile environment while remaining loyal to his mission, embodying the qualities outlined in the Quran. Thank you, sir. അടുത്ത 682. 682ാമത്തെ കുറൾ. அன்பு அறிவு ஆராய்ந்த சொல்வன்மை தூதுரைப்பார்க்கு இன்றியமையாத 3. அன்பு அறிவு ஆராய்ந்த சொல்வன்மை தூது ഉരൈപ്പാർക്ക് ഇൻറിയമയാത 3. ഇവിടെയും 3 പ്രധാനപ്പെട്ട ഗുണങ്ങളെന്ന് 3 കാര്യങ്ങൾ പറയാണ്. ദൂതുവനായിട്ട് പോകുന്നവന് ഉണ്ടാവേണ്ട 3 പ്രധാനപ്പെട്ട ഗുണങ്ങൾ.
ഈ പാട്ടിലുള്ള വാക്കുകൾ നോക്കുകയാണെങ്കിൽ ഇന്നും തമിഴിൽ ഉപയോഗപ്പെടുത്തുന്ന വാക്കുകളാണ്. അതൊരു പ്രത്യേകതയാണ്, ഈ പാട്ടിൻ്റെ ഒരു പ്രത്യേകതയാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു പാട്ടാണ്. അതായത് 2000 വർഷത്തിന് മുമ്പ് എഴുതപ്പെട്ട ഒരു സാഹിത്യമാണ് തിരുക്കുറൾ. എങ്കിൽ പോലും തിരുവള്ളുവർ ഉപയോഗിച്ച ഇതേ വാക്കുകൾ ഇന്നും ഇവിടെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ്. വളരെ എളുപ്പമുള്ള ഒരു പാട്ടാണ്. അൻപ്, അറിവ്, ആരാய்ந்த ചൊൽവന്മൈ, ഇത് മൂന്നും തൂതുരൈപ്പാർക്ക്, ദൂത് പോയി ഉരയ്ക്കുന്നവർക്ക്, പറയുന്നവർക്ക്, ഇന്ത്യമയാതെ മൂന്ന്, വളരെ പ്രധാനപ്പെട്ട 3 ഗുണങ്ങളാണ്. ഇന്ത്യമയാതെ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട, മുഖ്യത്വം വാய்ந்த എന്ന് തമിഴിൽ പറയും. അത് ഇന്ത്യമയാതെ എന്നുള്ളത് സാധാരണക്കാർ പറയുന്നില്ലെങ്കിലും പുസ്തക അച്ചടി ഭാഷയിലുള്ള ഒരു വാക്കാണ്. ഇന്ത്യമയാതെ കാര്യമാണ് എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒരു ദൂതുവിന് ഇരിക്കേണ്ട 3 കാര്യങ്ങൾ. ഒന്ന് വന്നിട്ട് അൻപ്, സ്നേഹം, അറിവ്, ബുദ്ധി, ആരാய்ந்த ചൊൽവന്മൈ എന്ന് പറഞ്ഞാൽ വാക്ചാതുരിയാണ്. ആരാய்ந்த ചൊൽവന്മൈ എന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധിച്ച് ആരാഞ്ഞ് പറയുന്ന ഒരു വാക്സാമർത്ഥ്യം. എന്തെങ്കിലും വിളിച്ച് പറയലല്ല, വളരെ ശ്രദ്ധയോടുകൂടി ഉള്ള സംഭാഷണ രീതി. ഇത് മൂന്നും ഒരു ദൂതുവിന് ഉണ്ടായിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 3 ഗുണങ്ങളാണ്. അൻപ്, അറിവ്, ആരാய்ந்த ചൊൽവന്മൈ, தூது உரைப்பார்க்கு இன்றியமையாத 3. தூதாக போய் காரியங்கள் சொல்லக்கூடிய அந்த தூதுவர்களுக்கு இன்றியமையாத 3 குணங்களாக இருப்பவை எவை என்றால், அவை 1 அன்பு, 2 அறிவு, 3 ஆராய்ந்த சொல்வன்மை ஆகிய 3 കാര്യങ്ങളും ആകും. ഓവർ. താങ്ക് യു സർ. തിരുക്കുറൾ ഭാഗം 2, അധികാരം 69, ദൂത്. കുറൾ 682. അൻപു അറിവു ആരായ്കത ചൊൽവന്മൈ ദൂതുരൈ പാർക്കു ഇൻഡി അമയ്യാത മുൻപു. സ്നേഹം, അറിവ്, ആരാഞ്ഞ് വാഗ്വിലാസം, ദൂതർക്കി 3 മൊഴിയ ഗുണങ്ങൾ. ഒരു രാജാവിന്റെ പ്രതിനിധിയായി സന്ധി സംഭാഷണം, സന്ദേശം, വിപരീത അഭിപ്രായം എന്നിവ മറ്റൊരു രാജാവിനെ അറിയിക്കാൻ നിയോഗിക്കപ്പെടുന്നവനാണ് ദൂതൻ. നിർവഹണ സാമർത്ഥ്യത്തെ തുടർന്ന് ദൂതപ്രസക്തി ചൊല്ലുന്ന ഈ അധികാരം നിബന്ധിച്ചിരിക്കുന്നത് ദൂതനും ഈ സാമർത്ഥ്യം കൂടിയേ കഴിയൂ എന്ന് സ്പഷ്ടമാക്കുവാനാണ്. സ്വന്തം നിലയ്ക്ക് ദൂത് പറയുന്നവനും നിർദ്ദേശാനുസരണം ദൗത്യം നിർവഹിക്കുന്നവനും ഇങ്ങനെ ദൂതന്മാർ 2 വിധം. ഇതിൽ ആദ്യത്തെ ആൾക്ക് മന്ത്രിക്ക് തുല്യമായ സ്ഥാനമുണ്ട്, രണ്ടാമത്തെ ആൾക്ക് 3/4 പങ്ക്. ഇവിടെ പറയുന്നത് തൻ്റെ സ്വാമിയോടുള്ള, രാജാവിനോടുള്ള സ്നേഹം, അദ്ദേഹത്തിൻ്റെ നിലപാടിനെ കുറിച്ചുള്ള ജ്ഞാനം, ചിന്തിച്ച് വ്യക്തമായ അഭിപ്രായം ചതുരമായി ആവിഷ്കരിക്കുവാനുള്ള വാഗ്വൈഭവം, ഈ 3 ഗുണങ്ങളും ഒരു ദൂതന് അവശ്യം ഉണ്ടായിരിക്കേണ്ടതാണ്. തൻ്റെ രാജാവിനോടുള്ള സ്നേഹം അത് കറകളഞ്ഞ സ്നേഹമായിരിക്കണം. അതുപോലെ തന്നെ കാര്യങ്ങളെ നന്നായി വേറിട്ട് കണ്ട് നല്ലത് കൈക്കൊള്ളുവാനുള്ള പരിജ്ഞാനവും, മറ്റ് രാജാക്കന്മാരുടെ സദസ്സിലെത്തുമ്പോൾ അവയെക്കുറിച്ച് സ്ഫുടമായും ആകർഷകമായും പറഞ്ഞ് അവതരിപ്പിക്കുവാനുള്ള കഴിവും നിപുണതയും അനുപമവുമായ ഒരു വാഗ്വിലാസം, വാക്കുകൾ ഉപയോഗിക്കുവാനുള്ള കഴിവും അദ്ദേഹത്തിന്, ഈ ദൂതന് ഉണ്ടായിരിക്കണം. ഈ 3 ഗുണങ്ങളും ഒഴിവാക്കാൻ പാടില്ലാത്ത, അതായത് അവശ്യം വേണ്ടതായ യോഗ്യതകളാകുന്നു. ഇവിടെയും നമുക്ക് ശ്രീകൃഷ്ണന്റെ തന്നെ ഉദാഹരണം എടുക്കാവുന്നതാണ്. ശ്രീകൃഷ്ണൻ മധുരയിൽ നിന്ന്
ദ്വാരകയിലേക്ക് പോയി കഴിയുമ്പോൾ മധുരയിലെ ഗോപസ്ത്രീകൾ വിരഹ വേദനയാൽ ബുദ്ധിമുട്ടുന്നതായിട്ടും വിഷമിക്കുന്നതായിട്ടും മനസ്സിലാക്കിയ ശ്രീകൃഷ്ണൻ അവരെ കാര്യത്തിന്റെ ഗൗരവവും അതുപോലെ എന്താണ് യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടതെന്നും ഒക്കെയുള്ള ഉപദേശങ്ങളും അതുപോലെ തന്നെ നിർദ്ദേശങ്ങളും അടങ്ങുന്ന കാര്യങ്ങൾ ഉദ്ധവർ എന്ന് പറയുന്ന ഒരു ദൂതനെ വിട്ടാണ് അവരെ ബോധ്യപ്പെടുത്തുന്നത്. അതോടുകൂടി ഗോപസ്ത്രീകൾ ശാന്തരാകുകയാണ്. അപ്പോൾ അത്തരം ദൂതന്മാരെ നിയോഗിക്കുക വഴി രാജാവിനായിക്കോട്ടെ അല്ലെങ്കിൽ അതുപോലെ ഉന്നത സ്ഥാനത്തിരിക്കുന്നവരാകട്ടെ, നമുക്ക് വേണ്ടി റെപ്രസെന്റ് ചെയ്ത് അയക്കുന്നവര് ഈ 3 ഗുണങ്ങളും ചേർന്നുള്ളവരായിരിക്കണം എന്നാണ് തിരുവള്ളുവർ ഈ കുറളിലൂടെ പറയുന്നത്. കുറൾ 682. സ്നേഹ മറിവ് ആരാഞ്ഞു വാഗ്വിലാസം ദൂതർക്ക് 3 മൊഴിയ ഗുണങ്ങൾ. ഓക്കെ സർ, താങ്ക് യു. Good evening to all. Tirukkural, chapter 69, Thudu, Envoy. അൻപു അറിവു ആരായുന്നത് ചൊൽവന്മൈ ദൂതുരൈപ്പാർക്കു ഇന്തി അമയ്യാത്ത മൂണ്ടു. 3 qualities must be sufficient in a messenger: love, knowledge, and careful conversation. To an extent, love, knowledge, power of chosen words, 3 things should he possess who speaks the words of kings: love to his sovereign, knowledge of his affairs, and a discriminating power of speech before other sovereigns are the 3 sine qua non qualifications of an ambassador. അൻപു അറിവു ആരായുന്നത് ചൊൽവന്മൈ ദൂതുരൈപ്പാർക്കു ഇന്തി അമയ്യാത മുണ്ടു. താങ്ക് യു സർ. ഓവർ. സർ. കണ്ടിന്യൂ സർ. 682. ഓവർ. മണികണ്ഠൻ സാർ കേൾക്കുന്നുണ്ടോ? ഓ, കേൾക്കുന്നുണ്ട്. ഓക്കെ. സർ, നെക്സ്റ്റ് 683. 3. ഓക്കെ. ഇനി 683. നൂലാരുൾ നൂൽ വല്ലാൻ ആകുതൽ വേലാരുൾ വെന്തി വിനൈ ഉരൈപ്പാൻ പண்பு. നൂലാരുൾ നൂൽ വല്ലൻ ആകുതൽ വേലാരുൾ വെന്തി വിനൈ ഉരൈപ്പാൻ പண்பு. അതില് ആദ്യത്തെ വരിയിൽ വരുന്ന വേലാരുൾ അത് തൊട്ട് തുടങ്ങി ആ രണ്ടാമത്തെ വരി ആദ്യം എടുത്താൽ കുറെ കൂടെ നന്നായിട്ട് ഓർഡറായിട്ട് അർത്ഥം കിട്ടും. വേലാരുൾ വെന്തി വിനൈ ഉരൈപ്പാൻ പண்பு. വേലാരുൾ എന്ന് പറഞ്ഞ് തൻ്റെ രാജാവിന്റെ വേലെടുത്താണല്ലോ രാജാക്കന്മാർ യുദ്ധം ചെയ്യുന്നത്. അപ്പൊ വേലാരുൾ നമ്മുടെ വേലെടുത്ത് യുദ്ധം ചെയ്യുന്നവനായ രാജാവിന്റെ വെറ്റി എന്ന് പറഞ്ഞ വിജയം, വിജയത്തിന് കാരണമായി വിനയുരൈപ്പാൻ പண்பு. ഇങ്ങനെ ദൂതായി പോകുന്ന വിനയം എന്ന് പറഞ്ഞ പ്രവൃത്തി, ആ രാജാവിന് വിജയം ഉണ്ടാവുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നവൻ ഇവിടെ ദൂതനാണ്. ദൂതനെ കുറിച്ചാണല്ലോ ഇവിടെ പറയുന്നത്. വിനയുരൈപ്പാൻ പண்பு, അവന്റെ ആ ഗുണം എങ്ങനെ ഇരിക്കണമെന്ന് പറഞ്ഞാൽ ഇനി ആദ്യമുള്ളതാണ്. നൂലാരുൾ നൂൽ വല്ലൻ ആകുതൽ. ഒരുപാട് ശാസ്ത്രങ്ങൾ പഠിച്ച ഗ്രന്ഥങ്ങളിലുള്ള ഒരു പാണ്ഡിത്യം പോലെയാണ് അവന്റെ ഈ ഗുണം ഇരിക്കേണ്ടത്. അപ്പൊ ദൂതുവന്റെ ആ ഗുണം എന്ന് പറയുന്നത് വെറുതെ പോയി എന്തെങ്കിലും പറഞ്ഞിട്ട് വരികയല്ല, ഒരു നല്ല ശാസ്ത്ര ഗ്രന്ഥം പഠിച്ച് മനസ്സിലാക്കുന്നത് പോലെ വേണം അവന്റെ ആ ഗുണം ഇരിക്കേണ്ടത്. സ്വന്തം രാജാവിന്റെ വിജയത്തിന് കാരണമാകുന്ന സന്ദേശം മറ്റ് രാജാക്കന്മാരോട് ചെന്ന് അറിയിക്കുന്ന ഉത്തമദൂതന്റെ സാമർത്ഥ്യം ശാസ്ത്ര ഗ്രന്ഥങ്ങളിലുള്ള പാണ്ഡിത്യം പോലെ ആണ് എന്നാണ് എൻ്റെ
അർത്ഥം. അപ്പോൾ പോകുന്ന ദൂതൻ വളരെ അറിവ്, ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ട് പോകുന്ന, ഒരുപാട് അറിവ് നേടിയിട്ട് പോകുന്ന ഒരു വ്യക്തിയായി ഇരിക്കണം എന്നാണ്. ഓവർ. താങ്ക് യു സർ. തിരുക്കുറൾ ഭാഗം 2, കുറൾ 683. നൂലാരുൾ നൂൽ വല്ലൻ ആകുതൽ, വേലാരുൾ വെന്റി വിനൈ ഉരൈപ്പാൻ പண்பு. നീതിശാസ്ത്രജ്ഞാനിയാകൽ വേൽ മന്നനൊടു വെറ്റിമൊഴിയുന്നോൻ ഗുണം. നീതിശാസ്ത്രജ്ഞാനിയാകൽ വേൽ മന്നനൊടു വെറ്റി മൊഴിയുന്നോൻ ഗുണം. ഈ കുറളിൽ പറയുന്നത് പോകുന്ന ദൂതന്റെ അറിവിനെ കുറിച്ചാണ്. വേലേന്തുന്ന മറ്റ് രാജാക്കന്മാരുടെ മുമ്പിൽ തന്റെ സ്വാമിയുടെ വിജയത്തെക്കുറിച്ച് സംസാരിക്കുന്ന ദൂതൻ നീതിശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ മറ്റാരെക്കാളും തികഞ്ഞ വല്ലഭത്വം ഉള്ളവനായിരിക്കണം. അതനുസരിച്ചായിരിക്കും ആ രാജാവിനും ആ സദസ്സിൽ മഹിമ ഏൽക്കാൻ കഴിയുക. വേലേന്തുന്നവരെന്ന് പറയുന്ന രാജാക്കന്മാരെയാണ്. ആ രാജാക്കന്മാരെ തൻ്റെ രാജാവിനെ സംബന്ധിച്ചിടത്തോളം വിജയം തരുന്ന കാര്യങ്ങളെ കർത്തവ്യബോധത്തോടെ പറഞ്ഞു ഫലിപ്പിക്കുവാൻ ആ ദൂതനിൽ ഗുണമുണ്ടെങ്കിൽ അയാള് നീതിശാസ്ത്ര ഗ്രന്ഥങ്ങൾ പഠിച്ചറിഞ്ഞ മറ്റ് മന്ത്രിമാർക്കിടയിൽ ഏറ്റവും പാണ്ഡിത്യമുള്ളവനായി മാറും എന്നും ഈ കുറൾ പറയുന്നു. എല്ലാവരും തന്നെ, വരുന്ന ദൂതന്മാരെല്ലാവരും തന്നെ ജ്ഞാനികളായിരിക്കാം. എന്നാൽ അതിൽ തന്നെ ഏറ്റവും നല്ല നീതിശാസ്ത്രജ്ഞാനിയായിരിക്കും അയാൾ ദൂതായിട്ട് പറഞ്ഞു വിട്ടിട്ടുള്ള രാജാവിനെ കുറിച്ച് നല്ല രീതിയിൽ സംസാരിക്കുന്നതിനും കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനും രാജാവിന് വിജയം പ്രാപ്തമാക്കുന്നതിനും സഹായിക്കുന്ന ദൂതൻ. രാജാക്കന്മാരോട് ചെന്ന് സ്വന്തം രാജാവിൻ്റെ ജയത്തിന് കാരണമാകുന്ന സന്ദേശം അറിയിക്കുന്നവന്റെ സാമർഥ്യം ശാസ്ത്രഗ്രന്ഥങ്ങളിൽ പാണ്ഡിത്യം ഉണ്ടാകും പോലെയാണ് എന്ന് സാരം. കുറൾ 683. നൂലാരുൾ നൂൽ വല്ലൻ ആകുതൽ, വേലാരുൾ വെന്റി വിനൈ ഉരൈപ്പാൻ പண்பு. നീതിശാസ്ത്രജ്ഞാനിയാകൽ വേൽ മന്നനൊടു വെറ്റിമൊഴിയുന്നോൻ ഗുണം. ഓവർ സർ. താങ്ക് യു. Verse 683. Skill of messenger conveying news to kings, which brings victory to his king, is similar to scholarship in scriptures. Quran 683 states, in essence, the hallmark of him who speaks words of victory before lance-bearing kings is to be the most learned among those who are learned in texts. This emphasizes that the messenger's skill in diplomatic communication, which secures a favorable outcome, victory, is directly proportional to his deep knowledge and mastery of statecraft and ethical texts. The envoy must display a scholarship superior to that of the assembled scholars and ministers. The concept resonates strongly with the importance of wisdom and learned speech throughout the Bible. Particularly in the book of Proverbs, a core message is that true wisdom originates from God, for the Lord gives wisdom. From his mouth come knowledge and understanding. Proverbs chapter 2, verse 6. A messenger conveying God's truth, like a prophet, must possess this divine insight, making them most learned in the divine law and commandments. Furthermore, the Bible stresses the power of the tongue, nothing. The tongue of the wise commands knowledge. Proverbs 15, verse 2. Highlighting that the skill is conveying the message
is as crucial as the message itself. Like the Kural's envoy, the wise servant of God must use measured, effective, and God-honoring speech to achieve a spiritual victory or blessing for their people. Thank you. അടുത്തത് 684. அறிவு, உருவு, ஆராய்ந்த கல்வி இம்மூன்றும் செறிவு உடையான் செல்க வினைக்கு. அறிவு, உருவு, ஆராய்ந்த கல்வி இம்மூன்றும் இம்மூன்றன் ചെറിവുടയാൻ ചെൽക വിനയ്ക്ക്. അതായത് ഇവിടെയും ഒരു ദൂതനായി പോകുന്നവന് അത്യാവശ്യം ഉണ്ടാവേണ്ട 3 ഗുണങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഒന്ന് വന്നിട്ട് അറിവ്, സമകാലിക വിഷയങ്ങളെ കുറിച്ചുള്ള ഒരു നല്ല അറിവുണ്ടായിരിക്കണം. അടുത്തത് ഉരുവ്. ഉരുവെന്ന് പറഞ്ഞാൽ ഉരുവം, രൂപം, അതിന് യോജിച്ച ഒരു രൂപം ഉണ്ടായിരിക്കണം. ദൂതായി പോകുന്ന ഒരാളിനെ കാണുമ്പോൾ ഏത് രാജ്യത്തിലാണ് പോയോ അവർക്ക് ഈ വ്യക്തിയെ ഇഷ്ടപ്പെടണം, ഒരു വിശ്വാസം ഉണ്ടാവണം. ഇവൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും നന്മയ്ക്ക് വേണ്ടിയാണ്, നമ്മളെ ചതിക്കില്ല, സത്യസന്ധമായിട്ട് പെരുമാറുന്നവനാണ് എന്ന് തോന്നിക്കുന്ന ഒരു രൂപം ഉണ്ടാവണം. രൂപം വളരെ പ്രധാനപ്പെട്ടതാണ്. ചിലരെ കാണുമ്പോൾ തന്നെ നമുക്ക് സംശയം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു സംശയം ഉണ്ടാവാൻ പാടില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു രൂപമായിരിക്കും. ഉദാഹരണമായിട്ട് നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു കേന്ദ്രമന്ത്രി ഉണ്ടായിരുന്നു, ജസ്വന്ത് സിംഗ്, അംബാസഡറായിട്ട് ജോലി ചെയ്ത ഒരാളാണ്. ആ വ്യക്തിയെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ദൂതുവനായിട്ട് പ്രവർത്തിക്കുന്ന ജയശങ്കർ എന്ന് പറയുന്ന ആ കേന്ദ്രമന്ത്രി, അയാളെക്കുറിച്ചും ഒരു നല്ല അഭിപ്രായമുണ്ട്. കാരണം എന്തെന്ന് പറഞ്ഞാൽ, ഇത് പറയാൻ കാരണം എന്തെന്ന് പറഞ്ഞാൽ, നമ്മുടെ ചൈനയും ഇന്ത്യയും കുറെ കാലം കൊണ്ട് പ്രശ്നങ്ങളായിരുന്നല്ലോ. അപ്പോൾ ആ പ്രശ്നം മൂർച്ഛിച്ചു നിന്ന സമയത്ത് അവിടുത്തെ ഇതേ പോസ്റ്റിലുള്ള ആ മന്ത്രി ഈ ജയശങ്കറിനെ കാണാൻ ആഗ്രഹിച്ചു എന്ന് ഞാൻ പത്രത്തിലെ ഒരു വാർത്ത വായിച്ചു. അപ്പൊ എന്തോ ഒരു വിശ്വാസം, ജയശങ്കറിനെ കാണണമെന്ന് അവിടുത്തെ മന്ത്രി പറയാൻ, പ്രത്യേകിച്ച് കാണണമെന്ന് പറയാൻ ഭയങ്കര കൊടുമ്പിരി കൊണ്ടുവന്ന ആ സമയമാണ്. ആ സമയത്ത് പോലും നമ്മുടെ ജയശങ്കറിനെ കാണണമെന്ന് ആ മന്ത്രി ആഗ്രഹിച്ചു എന്ന ഒരു വാർത്ത ഞാൻ പത്രത്തിൽ കണ്ടു. അപ്പൊ ജയശങ്കറിന്റെ ആ രൂപം അയാൾക്ക് ഇഷ്ടപ്പെട്ട് കാണും, ഒരു വിശ്വാസം തോന്നിക്കാണും, ഒരു നല്ല മനുഷ്യനാണെന്ന് തോന്നിക്കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ രൂപം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ ആരായ്ந்த കൽവി, കൽവി എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസമാണ്. ആരായ്ந்த കൽവി എന്ന് പറയുമ്പോൾ നല്ല ഗവേഷണ പാഠവും, ഏതിനെയും വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് പഠിക്കുകയും പറയുകയും ചെയ്യുന്നതായ ഒരു സ്വഭാവം. ആ ഇങ്ങനെയുള്ള 3 സ്വഭാവ ഗുണങ്ങളും ചെറിവ് ഉടയാൻ ചെൽഹ വിനയ്ക്ക്. ചെറിവുടയാൻ എന്ന് പറയുന്നത് ഇവിടെ ദൂതായി പോകുന്നവൻ, ചെൽഹ പോകുന്ന ആ വിനയ്ക്ക്, ആ പ്രവൃത്തിക്ക് ഈ 3 ഗുണവും വളരെ അത്യാവശ്യമാണ്. അറിവ്, ഉരുവ്, ആരാய்ந்த കൽവി ഇம்மൂன்றும் செறிவு உடையான் செல்க வினைக்கு. தூதாக போகக்கூடிய ஒரு நபருக்கு அவன் செய்யக்கூடிய அந்த தூது என்னும் வேலைக்கு அறிவு, உருவம், ஆராய்ந்து சொல்லக்கூடிய அந்த தன்மை, அந்த கல்வி, இவை 3ம் மிகவும் தேவையாகும். ഖുറാൻ 684 ദൗത്യം അല്ലെങ്കിൽ ദൂത്. അറിവ്, ഒരു, ആരാய்ந்த കൽവിയൻ മുൻഡൻ ചെറിവു ഉടയാർ ചെൽക വിനയ്ക്കു. ജ്ഞാനവും രൂപവും വിദ്വത്വമേന്മയും ചേരുന്ന മാനവൻ ദൗത്യത്തിന് അർഹന. അറിവ്, സുഭഗാകൃതി, പാണ്ഡിത്യം, മുന്നിലും നിറവുറ്റോൻ ദൂതു ചൊല്ലേണം. ദൂത് എന്ന് വെച്ചാല് സന്ദേശങ്ങൾ പരസ്പരം കൈമാറുക എന്നതാണ് ദൂത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, രാജധർമ്മത്തിൽ ഉദ്ദേശിക്കുന്നത്.
ആ ദൂതന് വേണ്ടുന്ന ഗുണങ്ങൾ: നല്ല അറിവ്, സുതകത, വിദ്വത്വം ഉത്തമനായ ഒരു ദൂതന്റെ അർഹതയാണ്. വാക്കും പ്രവൃത്തിയും നല്ലതായിരിക്കണം. ഉത്തമനായ ദൂതൻ അഭിനന്ദനാർഹനായിരിക്കണം. കാരണം നല്ല അറിവും ബോധവും അയാൾക്ക് ആകാരഭംഗിയും ഉണ്ടാകണം ദൂതന്. സ്വാഭാവിക ജ്ഞാനവും വൈഭവത്താലുള്ള ജ്ഞാനവും കൂടാതെ വിദ്യാസമ്പന്നനുമായിരിക്കണം ദൂതൻ. എങ്കിലേ രാജധർമ്മത്തിലെ ദൗത്യം വിജയിക്കൂ. ആകാരഭംഗി എന്ന് പറയുമ്പോൾ കാണുമ്പോൾ ഒരു അട്രാക്ഷൻ ഉണ്ടാകണം. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദി ബെസ്റ്റ് ഇംപ്രഷൻ. ആ ഒരു ദൂതനായിട്ട് വന്ന ആളിനെ കാണുമ്പോൾ തന്നെ നമുക്ക് അയാളുടെ വാക്കുകൾ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ആകണമെങ്കിൽ ആ രൂപഭംഗിക്കും പ്രാധാന്യമുണ്ട് എന്നാണ് പറയുന്നത്. ഉത്തമനായ ദൂതൻ അഭിനന്ദനാർഹം, മറ്റുള്ളവരുടെ അഭിനന്ദനം പിടിച്ചു പറ്റാൻ യോഗ്യനായിരിക്കണം. സ്നേഹശീലം, ഉത്തമ കുടുംബ മഹിമ, രാജാവിന് ആഗ്രഹിക്കാവുന്ന സാംസ്കാരിക മഹത്വം എന്നിവയെല്ലാം ഉള്ള ഒരാള് ആയിരിക്കണം ദൂതൻ. ദൂതനുള്ള ഗുണങ്ങൾ ഈ വക ഗുണങ്ങളാണ്. ദൂതൻ എല്ലാ തരത്തിലും കോപിഷ്ഠനാകാൻ പാടില്ല. വളരെ സൗമ്യമായ രീതിയിൽ, ആകർഷണീയമായ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുക. അങ്ങനെയുള്ള എല്ലാ സൽഗുണങ്ങളും, നീതിശാസ്ത്രത്തിൽ പറയുന്ന വൈദഗ്ധ്യം, ധീരത, വാക് സാമർഥ്യം എന്നീ ഗുണങ്ങൾ ഉണ്ടാകണം. എന്നതാണ് രാജധർമ്മത്തിൽ ദൂതനാകാൻ വേണ്ടുന്ന ഗുണങ്ങൾ. ചെങ്കോൽ ജ്ഞാനവും രൂപവും വിദ്വത്വമേന്മയും ചേരുന്ന മാനവൻ ദൗത്യത്തിന് അർഹനാം. അറിവ്, സുഭാഗാകൃതി, പാണ്ഡിത്യം മുന്നിലും നിറവ് കുറ്റോൻ ദൂതു ചൊല്ലേണം. ദൗത്യം. കുറൾ 684. താങ്ക് യു സർ. ഓവർ. അടുത്ത് 685. തൊഹച്ചൊല്ലി സോറി സർ, എന്താ 684 കണ്ടിന്യൂ ചെയ്യുന്നു. ഓക്കെ ശരി. കുറൽ 684. അറിവ് ഉരുവ് ആരായുന്നതകൽവി ഇമ്മുണ്ടൻ ചെറുവ് ഉടയാൻ ചെൽക്ക വിനയിക്കൂ. One having 3 merits such as innate knowledge, charming personality, researching mind should go as messenger. This couplet outlines the essential qualities required for an ideal ambassador or envoy undertaking a critical mission for their ruler. The envoy must possess inherent common sense and natural intelligence to navigate complex and unexpected situations effectively beyond what can be learned from books. A pleasing appearance or an attractive personality helps create a favorable first impression and command respect in a foreign court. The person must be well educated and have a deep researched knowledge of statecraft, protocols, and the nuances of the situation they are dealing with. അറിവ് ഉരുവ് ആരായുന്നതകാൽ ഇമ്മുണ്ടൻ ചെറുവ് ഉടയാൻ ചെൽക്ക വിനയിക്കൂ. താങ്ക് യു. ഓവർ സർ. അടുത്ത 685. തൊഹച്ചൊല്ലി തൂവാത നീക്കി നഖച്ചൊല്ലി നന്ദി പയപ്പതാം തൂട്. തൊഹച്ചൊല്ലി തൂവാത നീക്കി നഖച്ചൊല്ലി നന്ദി പയപ്പതാം തൂത്. ഒരു ദൂത് എങ്ങനെയാണ് ദൂത് എന്ന് പറയുന്ന ആ കർമ്മത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ എങ്ങനെയാണ്
അത് പ്രവർത്തിക്കേണ്ടത്, ഒരു ദൂതുവൻ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് ഈ കുറളിൽ പറയുകയാണ്. തൊഹച്ചൊല്ലി, ചൊല്ലുതൽ എന്ന് പറഞ്ഞാൽ പറയുക തന്നെയാണ്. തൊഹച്ചൊല്ലി, അതായത് എന്ത് പറയണമോ അത് പരസ്പര ബന്ധത്തോടെ ചൊല്ലണം. പരസ്പര ബന്ധത്തോടുകൂടി നാം അത് പറയണം, ആ ദൂതുവൻ പറയണം. പിന്നെ തൂവാത നീക്കി. തൂവാത എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, അർത്ഥമില്ലാത്ത കാര്യങ്ങൾ. ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അർത്ഥമില്ലാത്ത ചില കാര്യങ്ങൾ ഇങ്ങനെ കയറി വരും. അതൊക്കെ അങ്ങ് ഒഴിവാക്കണം. അതൊക്കെ ഒന്ന് നിയന്ത്രിച്ച് ഒഴിവാക്കി അതൊക്കെ കളഞ്ഞ് നഖച്ചൊല്ലി. നഖൈ എന്ന് പറഞ്ഞാൽ ചിരി എന്നാണ് തമിഴില് അർത്ഥം. പുന്നഹൈ എന്ന് പറഞ്ഞാൽ പുഞ്ചിരി. നഖൈ എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥം ഉണ്ട്. ഒന്ന് വന്നിട്ട് നഖൈ എന്ന് പറഞ്ഞാൽ ചിരിക്കുക, നഖൈത്തൽ എന്ന് പറഞ്ഞാൽ ചിരിക്കുക. അത് വേറെ ഒന്ന് ആഭരണം എന്നൊരർത്ഥമുണ്ട്. നഖൈ ആഭരണം. ഇവിടെ വന്നിട്ട് നഖ എന്ന് പറഞ്ഞാൽ സന്തോഷം, ആ ചിരി എന്നുള്ള ഒരു അർത്ഥമാണ്. നഖച്ചൊല്ലി, അത് മറ്റുള്ളവർക്ക് നമ്മൾ പറയുമ്പോൾ അവർക്കൊരു സന്തോഷം ഉണ്ടാവണം. അപ്പൊ സന്തോഷം ഉണ്ടായാൽ മാത്രമേ നമ്മൾ പറയുന്നത് ശ്രദ്ധിക്കുകയുള്ളൂ. അപ്പൊ അവരുടെ മനസ്സ് സന്തോഷിക്കുന്ന രീതിയിൽ നാം പറയണം. നഖച്ചൊല്ലി നന്ദി, നന്മ ഉണ്ടാവുന്ന രീതിയിൽ പറയുന്നതാണ് ദൂത്. തൊഹച്ചൊല്ലി തൂവാത നീക്കി നഖച്ചൊല്ലി നന്ദി പയപ്പതാം തൂത്. தொகச்சொல்லி, என்ன சொல்ல வேண்டுமோ அதை பரஸ்பர தொடர்போடு சொல்லி, தூவாத நீக்கி தேவையில்லாத காரியங்களை நீக்கி, நகச்சொல்லி சந்தோஷம் உண்டாகக்கூடிய முறையில் அல்லது மகிழ்ச்சி உண்டாகக்கூடிய முறையில், நன்றி பயப்பதாம் நன்மை உண்டாகக்கூடிய முறையில் சொல்வதே சிறந்த தூதாகும். அதுவே ஒரு சிறந்த தூதுவனின் கடமையாகும் என்று வள்ளுவர் சொல்லுகின்றார். ஓவர். താങ്ക് യു സർ. തിരുക്കുറൾ ഭാഗം 2, കുറൾ 685. തൊകച്ചൊല്ലി തൂവാത നീക്കി നഖച്ചൊല്ലി നന്ദി പയപ്പതാം ദൂത്. യുക്തിയൊടു സൗമ്യമായി ഓതി മോദം ചേർത്തു ഭദ്രം ഭവിപ്പിക്കൽ ദൗത്യം. മറ്റ് രാജാക്കന്മാരുമായി പല കാര്യങ്ങൾ പറയുന്നതിനിടയ്ക്ക് തൻ്റെ രാജ്യത്തിൻ്റെയും രാജാവിൻ്റെയും നിലപാട് അടുക്കായിട്ട് എടുത്തു പറഞ്ഞ് അപ്രിയമായ സത്യങ്ങൾ പറയേണ്ടി വരുമ്പോൾ പോലും ക്ഷോഭമുണ്ടാക്കുന്ന ചൊല്ലുകൾ ഒഴിവാക്കി സൗമ്യമായി പറഞ്ഞ് മധുരമായ ചൊല്ലുകളിലൂടെ സന്തോഷമുണ്ടാക്കി തൻ്റെ രാജാവിന് നന്മ ഉണ്ടാക്കുന്നതായിരിക്കണം യഥാർത്ഥ ദൗത്യം. അതായത് പറയാനുള്ളത് കാര്യകാരണ സഹിതം ചുരുക്കി പറഞ്ഞ് അതിൻ്റെ പൂർവോപര ബന്ധങ്ങൾ എടുത്തോതി ബോധപൂർവം പരുഷവാക്കുകൾ ഒഴിവാക്കി അപ്രിയമായ വാക്കുകൾ, മറ്റുള്ളവർക്ക് കേൾക്കാൻ താല്പര്യമില്ലാത്തതും ആവശ്യമില്ലാത്തതുമായ കാര്യങ്ങൾ ഒഴിവാക്കി കേൾക്കുന്നവരെ സന്തോഷിപ്പിച്ച് തൻ്റെ സ്വാമിക്ക്, തൻ്റെ രാജാവിന് നന്മ വിളയിക്കുന്നതത്രേ ഉത്തമമായ ദൗത്യം. അതായത് പറയേണ്ടത് കോർത്തിണക്കി അർത്ഥമറ്റവ ഉപേക്ഷിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ച് കാട് കയറി പറയേണ്ട കാര്യങ്ങൾ പറയാൻ സമയം കിട്ടാതെയോ അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസോ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാതെ കേൾക്കുന്നവരെ സന്തോഷിപ്പിക്ക വിധം രാജാവിനെ കുറിച്ച് അല്ലെങ്കിൽ ഇരിക്കുന്നവർക്ക് സന്തോഷം കിട്ടുന്ന രീതിയിൽ നന്മ പറയുന്നവനാണ് യഥാർത്ഥ ദൂതനെന്നും അതാണ് അയാളുടെ ദൗത്യമെന്നും ഈ കുറൾ പറയുന്നു. കുറൾ 685. തുക ചൊല്ലി തൂവാത നീക്കി നഖച്ചൊല്ലി നന്ദി പയപ്പതാം ദൂത്. യുക്തിയോട് സൗമ്യമായി ഓതി മോദം ചേർത്ത് ഭദ്രം ഭവിപ്പിക്കൽ ദൗത്യം. ഓവർ. താങ്ക് യു സർ. Rejecting nonsense connecting worthy words and putting good things
to the pleasure of listeners is message. Scroll 685. തുകചൊല്ലി തുവാത നീക്കി നഗചൊല്ലി നണ്ടി പയപ്പതാം തൂത്. സ്ക്രോൾ 686. 686. കറ്റുകൺ അഞ്ചാൻ ചെലച്ചൊല്ലി കാലത്താൽ തക്കത് അറിവതാം തൂത്. കറ്റുകൺ അഞ്ചാൻ ചെലച്ചൊല്ലി കാലത്താൽ തക്കത് അറിവതാം തൂത്. ഇവിടെയും ആ ഒരു ദൂതുവന്റെ ഗുണം എന്തൊക്കെയാണ്, വളരെ ഇനിയും ആവശ്യമുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. കറ്റുകൺ, കറ്റ് എന്ന് പറഞ്ഞാൽ പഠിക്കുക എന്നാണ്. നല്ല വിദ്യാഭ്യാസം, ശാസ്ത്രങ്ങൾ ഒരുപാട് പഠിച്ചവനും, അഞ്ചാൻ ഭയപ്പെടാത്തവനും. അച്ചം എന്ന് പറഞ്ഞാൽ തമിഴിലെ ഭയം എന്നാണ്. അപ്പൊ അഞ്ചാൻ എന്ന് പറഞ്ഞാൽ ഭയപ്പെടാത്തവനായിരിക്കണം. പേടിയുള്ളവൻ ഈ പണിക്ക് പോകരുത്, ധീരനായിരിക്കണം. പറയേണ്ട കാര്യങ്ങളെ ധൈര്യത്തോടു കൂടി പറയുന്നവനായിരിക്കണം. ഇനി ചെലച്ചൊല്ലി, ചൊല്ലുതൽ എന്ന് പറഞ്ഞാൽ പറയുക തന്നെയാണ്. സംസാര വൈദഗ്ധ്യം, നന്നായിട്ട് സംസാരിക്കാനുള്ള ആ കഴിവും, ഇത് 3 ഗുണവും കൊണ്ട് കാലത്താൽ തക്കത്, അത് മാത്രമല്ല കാലത്താൽ തക്കത്, സമയം അറിഞ്ഞ് സന്ദർഭത്തിനനുസരിച്ച് ഉപായങ്ങൾ പയറ്റി പറയുന്നവനായിരിക്കണം. കാലത്താൽ തക്കത്, തക്ക രീതിയിലെ തന്ത്രങ്ങൾ ഉപയോഗിച്ച് അറിവതാം, അങ്ങനെ ഉപയോഗിക്കാൻ അറിയുന്നവനാണ് ഒരു നല്ല ദൂതൻ എന്ന് പറയുന്നത്. കറ്റുകൺ അഞ്ചാൻ ചെലച്ചൊല്ലി കാലത്താൽ തക്കത് അറിവതാം തൂത്. നല്ല മുറയിൽ കറ്റവനും ഉള്ളവനും കാലമറിந்து இடமறிந்து தந்திரங்கள் உபயோகித்து, தந்திரங்களை பயன்படுத்தி சொல்ல வேண்டிய முறையில் சொல்லுபவனுமே நல்ல தூதன் ஆவான். ஒரு தூதுவனுக்கு இப்படிப்பட்ட சிறந்த குணங்கள், அத்தியாவசியமான மிகவும் இன்றியமையாத குணங்கள் தேவையாகும் என்று வள்ளுவர் சொல்லுகின்றார். ஓகே. താങ്ക് യു സർ. കുറൾ 686. കറ്റുകൺ അഞ്ചാൻ ചെലച്ചൊല്ലി കാലത്താൽ തക്കതു അറിവതാം ദൂത്. പണ്ഡിതൻ നിർഭയൻ കാര്യമോദി കാലം കണ്ടുപായം കാൺമോൻ ദൂതൻ. പണ്ഡിതൻ നിർഭയൻ കാര്യമോദി കാലം കണ്ടുപായം കാൺമോൻ ദൂതൻ. നീതി ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ തികഞ്ഞ അവഗാഹം നേടി ശത്രുരാജാക്കന്മാർക്ക് മനസ്സിൽ പതിയുംപടി പറഞ്ഞ് ധരിപ്പിച്ച് അവരുടെ കോപത്തോടെയുള്ള നോട്ടത്തിന് ഭയപ്പെടാതെ കാലത്തിന് അല്ലെങ്കിൽ സന്ദർഭത്തിന് അനുയോജ്യമായ വിധത്തിൽ കാര്യസാധ്യത്തിനുള്ള ഉപായങ്ങളെ ശരിക്കും അറിയുന്നവനാണ് ദൂതൻ. നീതിശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ നിപുണനും മറ്റുള്ള നൃപന്മാരുടെ കോപം പുകയുന്ന കൺമുമ്പിൽ ഒട്ടും ഭയപ്പെടാത്തവനും പറയേണ്ട കാര്യങ്ങൾ സ്ഫുടമായി പറഞ്ഞ് ഫലിപ്പിക്കുന്നവനും തുടർന്നുള്ളവ നടപ്പിലാക്കാൻ പറ്റിയ കാലത്തെ അറിയുന്നവനും തക്ക പരിഹാരമാർഗം കണ്ടറിഞ്ഞ് വിജയത്തോടെ മടങ്ങി വരുന്നവനുമത്രേ ഉത്തമനായ ദൂതൻ. ശാസ്ത്രം പഠിച്ചവനും ധീരനും സംഭാഷണ വൈഭവമുള്ളവനും സന്ദർഭോചിതമായി ഉപായങ്ങൾ പ്രയോഗിക്കാൻ അറിവുള്ളവനുമാണ് ദൂതനെന്നാണ് ഈ കുറൾ പറയുന്നത്. കുറൾ 686. കറ്റുകൺ അഞ്ചാൻ ചെലച്ചൊല്ലി കാലത്താൽ തക്കത് അറിവതാം ദൂത്. പണ്ഡിതൻ നിർഭയൻ കാര്യമോദി കാലം കണ്ടുപായം കാൺമോൻ ദൂതൻ. ഓവർ. താങ്ക് യു സർ.
Messenger is one who has studied science, brave and good conversationalist, knowing timely tactics. കുറൽ 686 കറ്റുകൺ അഞ്ചാൽ ചെല ചൊല്ലി കാലത്താൻ തക്കതറിവാം ദൂത്. കുറൽ 687. മണികണ്ഠൻ സാർ കേൾക്കാവോ? മണി സാർ, മണികണ്ഠ സാറ് മണി സാർ എന്തോ പരിപാടി പോയി തോന്നുന്നു. മാം പറഞ്ഞോളൂ, എന്നിട്ട് നമുക്ക് സാർ വരുമ്പോഴത്തെ എക്സ്പ്ലെയിൻ ചെയ്തു. പറയട്ടെ സാറേ. ആ കുറൽ 687. കടനറിന്തും കാലം കരുതി ഇടനറിന്തും എണ്ണി ഉരയ്പാൻ തലൈ. വഴിപോൽ സ്ഥലകാല സന്ദർഭം ആരാഞ്ഞു മുറ ചൊല്ലും ദൂതനേ ശ്രേഷ്ഠൻ. വഴിപോൽ സ്ഥലകാല സന്ദർഭം ആരാഞ്ഞു മുറ ചൊല്ലും ദൂതനേ ശ്രേഷ്ഠൻ. ഇവിടെ ഒരു ദൂതന്റെ കടമയെ കുറിച്ചാണ് ഈ കുറൾ പറയുന്നത്. അന്യ രാജാക്കന്മാരുടെ മുന്നിൽ താൻ ചെയ്യേണ്ടതായ കടമ എന്താണെന്ന് ഒരു ദൂതൻ നന്നായി മനസ്സിലാക്കി അവർ അനുകൂലിക്കാൻ ഇടയുള്ള സന്ദർഭം കണ്ടറിഞ്ഞ് കർത്തവ്യം സഫലമായി നിറവേറ്റപ്പെടുന്നതിന് അനുയോജ്യമായ സ്ഥലം അറിഞ്ഞ് എല്ലാം നന്നായി ചിന്തിച്ച് എല്ലാം ഒത്തുവരുമ്പോൾ മാത്രം പറയാനുള്ള കാര്യം ഭംഗിയായി പറയുന്നവനത്രേ ദൂതന്മാരിൽ ശ്രേഷ്ഠനായിട്ടുള്ളവൻ. കർത്തവ്യത്തെക്കുറിച്ച് തികഞ്ഞ ബോധമുള്ളവനും അതുപോലെ മറ്റ് രാജാക്കന്മാരുടെ മുന്നിലെത്തുമ്പോൾ അവിടെ പാലിക്കേണ്ട മുറകളും ആചാരങ്ങളും വേണ്ടതുപോലെ മനസ്സിലാക്കിയവനും കാണേണ്ട സ്ഥലം, അനുകൂലമായ സമയം, ദൗത്യം സഫലമാവാൻ പറ്റിയ കാലം, ഇതെല്ലാം നല്ല പോലെ കണ്ടറിഞ്ഞും ചിന്തിച്ചുറച്ചും തരം പോലെ പറഞ്ഞു ഫലിപ്പിച്ച് അനുകൂലമായ തീരുമാനം എടുപ്പിക്കുന്നവനത്രേ ശ്രേഷ്ഠനായ ദൂതൻ. അതായത് കർത്തവ്യം മനസ്സിലാക്കി അതിന് തക്ക സമയം നോക്കി യഥാസ്ഥാനത്ത് ചിന്തിച്ച് പറയുന്നവനാണ് ഉത്തമ ദൂതനെന്ന് കുറൾ 687 തിരുവള്ളുവർ പറയുന്നു. കടനറിന്തു കാലം കരുതി ഇടനറിന്തു എണ്ണി ഉരയ്പാൻ തലൈ. വഴിപോൽ സ്ഥലകാല സന്ദർഭം ആരാഞ്ഞ് മുറ ചൊല്ലും ദൂതനേ ശ്രേഷ്ഠൻ. ഓവർ സർ, താങ്ക് യു. Okay, sir. The best messenger one realizes the duty and finds apt time for it and present it after planning. Chapter 69 of the Tirukural, which focus on the role of an envoy or ambassador. Kural 687 states that an effective ambassador or a messenger is one who understands the proper decorum, seizes the right opportunity, knows the most suitable place, and consider the message before delivering it. The verse highlights the need for a representative to be prepared, tactful, and thoughtful in their role. The Quran emphasizes the essential qualities of a successful ambassador or a messenger who must be adept at navigating complex political situations by understanding the right way to behave, the opportune moment to speak, the most appropriate location for a discussion, and importance of having a well thought out message. That means, in short, an envoy or a messenger is one who clearly knows what is his duty is, the right time to do it, and knows the right place to do. Over. Thank you, sir. കുറൾ 687. കടനറിന്ത് കാലം കരുതി ഇടനറിന്ത് എണ്ണി ഉരയ്പാൻ തലൈ.
688. குறள் 688. தூய்மை, துணைமை, துணிவுடைமை இம்மூன்றின் வாய்மை வழி உரைப்பான் பண்பு. ശുദ്ധിയും സാമർഥ്യം, ഉത്സാഹ ശക്തിയും സത്യത്തിൽ ശ്രദ്ധയും ദൂതനിൻ ശേഷികൾ. സംശുദ്ധി, സഹായം, ധൈര്യം ഇവ മൂന്നുമൊത്തു സത്യവാക്കോതുവാൻ ദൂതൻ. ദൂതൻ വാക്കിലും ശാരീരികവുമായ ശുദ്ധിയും സാമർഥ്യം, ഉത്സാഹം, സത്യനിഷ്ഠ ഇവയെല്ലാം ഒരു ദൂതന്റെ ശേഷികളാണ്. ഈ ഗുണങ്ങളെല്ലാം ദൂതനുണ്ടായിരിക്കണം. സ്വഭാവ, ഗുണമഹിമ, വാക്കിലും ആകാരത്തിലും ശുദ്ധി, സാമർഥ്യം, ഉത്സാഹം, സത്യസന്ധത എന്നിവ ദൂതന്റെ ഗുണങ്ങളാണെന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. മനോധൈര്യത്തോടെ നല്ല ഗുണമുള്ള സ്വഭാവത്താൽ മിത്രങ്ങളെ സമ്പാദിച്ച ആളായിരിക്കണം. ധനമോഹിയോ കാമദാഹിയോ ആകാത്തവൻ ദൂതനായാൽ വിജയം നിശ്ചയം. പുരാണത്തിൽ രാവണന്റെ മുന്നിലെത്തുന്ന അംഗദന്റെ ദൗത്യം ശ്രദ്ധിച്ചാൽ ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. സത്വഗുണങ്ങൾ നിറഞ്ഞ ഒരാളായിരിക്കണം ദൂതൻ എന്നാണ് പറയപ്പെടുന്നത്. കാര്യഗൗരവത്തോടെ കാര്യങ്ങളെ നന്മതിന്മ വേർതിരിച്ചു കാണാനും സ്വഭാവ മഹിമയും ഉള്ള ആളായിരിക്കണം ദൂതൻ. ദൂതന് വേണ്ടുന്ന ഗുണങ്ങളാണ് ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. 688. ശുദ്ധിയും സംശുദ്ധി, സഹായം, ധൈര്യമീ മുത്തു സത്യവാക്കോതുപോൽ ദൂതൻ. താങ്ക് യു സർ. குறள் 688. தூய்மை, துணைமை, துணி உடைமை இம்முன்றில் வழி உரைப்பான் பண்பு. Greatness in virtue, help and courage is the quality of the messenger. குறள் 689. ഷീലമ്മ വായിച്ചു. കുറൾ 689. വിടുമാറ്റം വേന്തർക്ക് ഉരയ്പ്പാൻ വടുമാറ്റം വായ്ച്ചോര വൻകണവൻ. വിടുമാറ്റം വേന്തർക്ക് ഉരയ്പ്പാൻ വടുമാറ്റം വായ്ച്ചോര വൻകണവൻ. ചൊന്നത് ചൊൽകത്തൻ രാജാവിന് ഇഴിവിന്റെ ഖിന്നത ചേർക്കാത്തോൻ ദൂതൻ. ചൊന്നത് ചൊൽകത്തൻ രാജാവിന് ഇഴിവിന്റെ ഖിന്നത ചേർക്കാത്തോൻ ദൂതൻ. തന്റെ രാജാവ് പറഞ്ഞയച്ചതു മാത്രമായ സന്ദേശം മറ്റ് രാജാക്കന്മാരോട് ചൊല്ലാൻ നിയോഗിക്കപ്പെട്ട ദൂതൻ തന്റെ സുരക്ഷിതത്വവും സ്വാർത്ഥതയും കരുതി തന്റെ രാജാവിന് കളങ്കവും മാനക്കേടും ഉണ്ടാകുന്ന തരത്തിൽ വസ്തുതകളെ വളച്ചൊടിച്ച് വായിൽ നിന്ന് അബദ്ധത്തിൽ പോലും വാക്കുകൾ പുറപ്പെടാത്ത വിധം പറയാതെ ഇരിക്കുന്നവൻ വൈഭവം ഉള്ളവനായിരിക്കണം. അതായത് ഉത്തമനായ ദൂതൻ തന്റെ രാജാവ് പറഞ്ഞയച്ച സന്ദേശം സത്യസന്ധതയോടെ അന്യ രാജാക്കന്മാരുടെ മുമ്പിൽ സത്യസന്ധമായി അവതരിപ്പിക്കണം. സ്വന്തം നിലപാട് സംരക്ഷിക്കാൻ വേണ്ടി വസ്തുതകൾ വളച്ചൊടിക്കുകയോ, അതായത് രാജാവ് പറഞ്ഞുവിട്ട കാര്യങ്ങൾ പറയാതെ തൻ്റെ നിലപാട് സംരക്ഷിക്കുന്നതിന് വേണ്ടി വളച്ചൊടിക്കുകയോ, തൻ്റെ രാജാവിന് അഭിമാനക്ഷത ഉണ്ടാകുന്ന വിധത്തിൽ ഒരൊറ്റ വാക്കും ഓർമ്മപ്പിഴ കൊണ്ടുപോലും പുറപ്പെടുവിക്കുകയോ ചെയ്യരുത്. രാജാവ് പറഞ്ഞുവിട്ട കാര്യങ്ങൾ മാത്രമേ ഏത് സന്ദർഭത്തിലാണെങ്കിലും അത് ദൂതനായി പോകുമ്പോൾ പറയാൻ പാടുള്ളൂ. തൻ്റെ കയ്യിൽ നിന്ന് ഒന്നും ഇട്ട് പറയുകയോ പറഞ്ഞു വിട്ടതിൽ നിന്ന് കുറച്ച് മാറ്റി പറയാതിരിക്കുകയോ ഒന്നും പാടില്ല എന്നുള്ളതാണ് ഈ ദൂതനെ കുറിച്ച് പറയുന്നത്. അതായത് ശത്രു രാജാവിന് മുൻപിൽ ദൂത് പറയുമ്പോൾ സ്വന്തം രാജാവിന് ദോഷമുണ്ടാക്കുന്ന വാക്കുകൾ അറിയാതെ പോലും പറയാത്ത ധീരനായിരിക്കണം ദൂതനെന്നാണ് ഇവിടെ തിരുവള്ളുവർ
കുറൾ 689 നമുക്ക് പറഞ്ഞു തരുന്നത്. വിടുമാറ്റം വേന്തർക്ക് ഉരയ്പ്പാൻ വടുമാറ്റം വായ്ച്ചോര വൻകണവൻ ചൊന്നത് ചൊൽകത്തൻ രാജാവിനിഴിവിന്റെ ഖിന്നത ചേർക്കാത്ത ദൂതൻ. ഓവർ സർ, താങ്ക് യു. Kural 689. Messenger must be brave not to utter words harmful to his king while going envoy to enemy king. This Kural explains to those who have done evil, give goodness. This is the best way to make them feel ashamed. This Kural encourages us responding to harmful actions with kindness, which is a way to shame the wrongdoer into changing their ways. To those who have done evil, give goodness. This is the best way to make them feel ashamed. In short, one who is determined not to speak loud words, even inadvertently, will be a perfect ambassador who conveys to another king the change his king has said. Okay, thank you. Over. കുറൾ 689. വിടുമാറ്റം വേന്തർക്ക് ഉരയിപ്പാൻ വടുമാറ്റം വായോര വൻ കണവൻ. കുറൾ 690. ജോർജ് സാറേ പറഞ്ഞോളൂ. സാറ് പറഞ്ഞു കഴിഞ്ഞായിരുന്നു. ഇല്ല സാറ്, എനിക്ക് തോന്നുന്നു ഇപ്പൊ കട്ടായി പോയിന്ന് തോന്നുന്നു. സാറിന് കാണുന്നില്ല, തിരക്കിൽ വല്ലതാണോ എന്നറിയില്ല. കുഴപ്പമില്ല, പറഞ്ഞോളൂ. ഓക്കെ ഓക്കെ. മരണമേ വായുവിലും കുറൾ 680. 90. എക്കോ വരുന്നുണ്ടോ ഇതിനകത്ത്? കേൾക്കുന്നതിന് കുഴപ്പമില്ല, കേൾക്കുന്നത് ക്ലിയറാ. ഒരു സെക്കൻഡ്. ഞാൻ വായിക്കട്ടെ സാറേ? ഞാൻ പറയാം. ജോർജ് സാർ പറയും. ഒരു സെക്കൻഡ് വെയിറ്റ്. ഞാൻ ഇത് ഒരു എക്കോ വന്നതിൻ്റെ അകത്ത് എന്നെ ഒന്ന് ഇപ്പൊ കേൾക്കാമല്ലോ അല്ലേ? ക്ലിയർ ആണോ? ഓക്കെയാണ് സാർ. കുറൽ 690. ഇറുതി പയപ്പിനും എഞ്ചാതു ഇറയിവർക്ക് ഉറുതി പയപ്പതാം ദൂതു. മരണമേ വായ്ക്കിലും നിർഭയം നൃപനുതൻ ഉറുതി വിളയിക്കുവോൻ ദൂതൻ. ദൂതൻ അയാൾക്ക് സ്വന്തം ജീവൻ നഷ്ടപ്പെട്ടാലും, അത്രയ്ക്ക് ക്രിട്ടിക്കലായ ഒരു രംഗമായി പോയാലും, തൻ്റെ രാജാവിന് ധൈര്യപൂർവം സേവനം ചെയ്യണം. സ്വന്തം ജീവൻ അപകടത്തിലാകുന്ന അവസ്ഥയിൽ പോലും ഭയമില്ലാതെ രാജാവിന് വേണ്ടി സന്ദേശം കൈമാറുന്നവനെയാണ് നല്ല ദൂതനായി കണക്കാക്കുക. കൺക്ലൂഷൻ: ഒരു നല്ല ദൂതൻ നന്നായി പഠിച്ചവനാണ്. വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണമെന്ന് സൂചന. ആരുടെയും കണ്ണിൽ നോക്കാൻ അവന് കഴിയണം. ധൈര്യവാനായിരിക്കും. ആകർഷകമായ സംസാര ശേഷിയും വേണം. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നന്നായിട്ടുണ്ടായിരുന്നു. സമയബന്ധിതമായ തന്ത്രങ്ങൾ അവൻ ആവിഷ്കരിക്കണം. ദൂതന്മാരിൽ
ഏറ്റവും പ്രധാനമായി അവർക്ക് അവരുടെ ഡ്യൂട്ടിയെ കുറിച്ച് ബോധം ഉണ്ടായിരിക്കണം, ചുമതല അറിയണം. സമയവും സ്ഥലവും അളന്നു തൂക്കുന്നവനും സൂക്ഷ്മതയോടെ സംസാരിക്കുന്നവനുമാകും. സ്ഥലകാല സാഹചര്യങ്ങളൊക്കെ തിരിച്ചറിയാനായിട്ടുള്ള നല്ല ബോധം വേണം. തത്വബോധമുള്ള പ്രിയങ്കരനായ ധൈര്യശാലിയായ ഇവ മൂന്നും ഒരു ദൂതന്റെ ഗുണങ്ങളാണ്. സത്യസന്ധമായി ഒരു സന്ദേശം എത്തിക്കുന്നത് തന്റെ ഭരണാധികാരിയുടെ സന്ദേശം മറ്റൊരാൾക്ക് എത്തിക്കുന്ന ഒരു ദൂതൻ ഒരിക്കലും അദ്ദേഹത്തെ അപമാനിക്കാതിരിക്കാൻ ദൃഢനിശ്ചയം ഉള്ളവനായിരിക്കണം. സ്വന്തം ഇഷ്ടവും താല്പര്യങ്ങളും സംരക്ഷിക്കുക, അതിനുവേണ്ടി നിലകൊള്ളുക എന്നതിനേക്കാൾ ഒരു ദൂതൻ തൻ്റെ നേതാവിൻ്റെ, രാജാവിൻ്റെ, അധികാരിയുടെ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നവനായിരിക്കണം. അപ്പൊ ഇങ്ങനെ ഉള്ള 10 കുറവുകളാണ് നമ്മൾ ഇന്ന് കേട്ടത്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഏതൊരു രാജ്യവും അഭിമുഖീകരിക്കുന്ന ചില ആഭ്യന്തര പ്രശ്നങ്ങൾ, അയൽ രാജ്യങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇവയൊക്കെ പരിഹരിക്കാൻ ഒരധികാരി മാത്രം വിചാരിച്ചാൽ പോരാ. ഒരു രാജ്യത്തെ ഇപ്പൊ രാജാവല്ല, ജനാധിപത്യം വന്നു, പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ ഒക്കെയാവും. പക്ഷെ പ്രസിഡന്റിനെ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയെ അട്ടിമറിക്കാൻ നിൽക്കുന്നവനാണ് അവിടുത്തെ കൂട്ടാളികളെങ്കിൽ, ഇതുപോലെയുള്ള ഭരണാധികാരികളെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഏറ്റവും അടുത്ത് നമ്മുടെ അയൽ രാജ്യങ്ങൾ 3 നേപ്പാള്, അഫ്ഗാനിസ്ഥാൻ, ശ്രീലങ്ക. രായ്ക്ക് രാമായണം അവിടുത്തെ അധികാരികൾ രാജ്യം വിട്ടു പോകേണ്ടി വന്നു. ഇന്നലകളിൽ കീജയെ വിളിച്ചുകൊണ്ട് നടന്നവർ അവരുടെ സിംഹാസനങ്ങൾ മറിച്ചിടുന്നു, പലതും ചെയ്യുന്നു. ചില രാജ്യങ്ങളിൽ ഇങ്ങനെ പിടിച്ചടക്കലൊന്നും നടത്തിയിട്ടില്ലെങ്കിലും ഉള്ളിൽ നിന്ന് തന്നെ പലതും ചോർത്തി കൊടുക്കുന്ന ആളുകളുണ്ട്, ചാരപ്പണി ചെയ്യുന്നവർ. അങ്ങനെയാണല്ലോ നമ്മുടെ പല കാര്യങ്ങളും അയൽലോക്കത്തെ രാജ്യത്തറിയാം. പല അയൽ രാജ്യങ്ങളുടെയും പല അന്തർധാരകളെല്ലാം നമുക്ക് ഇവിടെ അറിയാം. ഇതൊക്കെ വലിയ ദോഷം ചെയ്യുന്ന പ്രവർത്തികളാണ്. ഒരാളിനെ തിരഞ്ഞെടുക്കുമ്പോൾ അതിനാണ് കുലമഹിമയും വിദ്യാഭ്യാസവും അറിവും പാണ്ഡിത്യവും കഴിവും ധൈര്യവും ഒക്കെ വേണ്ടത്. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് കടന്നുപോയത്. തീർച്ചയായിട്ടും നമ്മളെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നതാണ്. ഇവിടെ നമുക്കുള്ള ഒരു ആത്മശോധന, നമ്മളാരും നയതന്ത്ര പ്രതിനിധികളൊന്നുമല്ല. നമുക്ക് നമ്മളോട് എത്രമാത്രം വിശ്വാസമുണ്ട്, വിശ്വസ്തതയുണ്ട്. നമ്മളായിരിക്കുന്ന ആ പ്രദേശത്തും ആ അധികാര കേന്ദ്രങ്ങളിലോടുമൊക്കെ നമുക്ക് എത്രമാത്രം, അതോ നമ്മളെല്ലാം ഈ അധികാരിയുടെ കസേരയുടെ കാലിൽ പിടിച്ചിരിക്കുകയാണോ തരം കിട്ടിയാൽ മറിച്ചിടാനായിട്ട്? ജനാധിപത്യ രാജ്യത്ത് തികച്ചും തെരഞ്ഞെടുപ്പ് 5 കൊല്ലത്തിനകം നമുക്ക് വരും. ശരിക്കും നമുക്ക് പ്രതികരിക്കാനുള്ള അവസരം അവിടെയുണ്ട്. കുതികാല് വെട്ടിയാൽ പ്രശ്നമാണ്. ഏറെ നന്നായിരിക്കുന്നു. ഇന്നത്തെ ഈ കുറല് ഇടയ്ക്ക് വെച്ച് മണികണ്ഠൻ സാറിന് തുടരാൻ സാധിച്ചില്ലെങ്കിലും അദ്ദേഹം നല്ല രീതിയിൽ അത്രയും നേരം നമ്മളോട് സംസാരിക്കും. നല്ല ട്രാൻസ്ലേഷൻ എല്ലാവരും നടത്തി. എല്ലാവരെയും അഭിനന്ദിക്കുന്നു, നന്ദി പറയുന്നു. കേൾവിക്കാരെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുക. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഓവർ ടു ഓമന ടീച്ചർ. Thank you, sir.
messenger must benefit his king daringly, even if he loses his life. Quran 686. Suggests an envoy 690. An envoy meet is he well learned of fearless eye who speaks right home prepared for each emergency. The ultimate test of the messenger is the courage to fulfill his duty, delivering the message faithfully and forcefully, even if it risks his own life, while the Upanishad's primary focus on philosophical enlightenment rather than statecraft stories. The theme of unwavering devotion and fearlessness in service is perfectly illustrated by the journey of Nachiketa from the Kada Upanishad. Nachiketa, a young boy, fearlessly challenges his father's hasty and flawed offering, choosing to enter the domain of Yama, the god of death. He remains unyielding in Yama's court, insisting upon receiving true knowledge, thereby acting as a daring messenger for eternal truth. His resolute, life-risking pursuit of wisdom, enduring the presence of death to gain what is truly beneficial, mirrors the envoy's duty to prioritize the king's gain above personal survival. Chapter 69, the envoy fundamentally establishes that the success of a mission hinges not merely on the message, but on the messenger's character, intellect, and courage. The envoy is the external face and voice of the king, requiring love for his state, mastery of policy, and the strategic presence of mind to negotiate under duress. Thiruvalluvar elevates the diplomat's role, asserting that their non-violent communication skills can secure victories that armies cannot, making them the most vital instrument of statecraft. A small poem. He is the tongue of state, the mind's true hand. With knowledge as his shield, he makes his stand. Though lances glare and danger holds its breath, he speaks the word of triumph, scoring death. I extend my deepest gratitude to Sabu sir, Nayanar sir, Joshi sir, Manikandan sir, also Roy sir, Srikumari ma'am, Sheila ma'am, George sir, and the remaining viewers. So many people are not having names. Thank you to everybody. Thank you all. Thank you, ma'am. Thank you. Thank Nayanar you sir, all. Mohandas sir, Thank you. sir, admit you. രമാവതി മാമിന് ഒന്നുകൂടെ പറയാൻ നാരായണ സാറില്ലേ, കാണുന്നില്ലേ? നായനാർ സാറ് കാണുന്നില്ലേ? നായനാർ സാർ അൺമ്യൂട്ട് ചെയ്യൂ, അൺമ്യൂട്ട് ചെയ്യൂ, കേൾക്കുന്നില്ല. സാർ പറയുന്നാണോ? കേൾക്കുന്നില്ല. ഇപ്പൊ കേട്ടോ? ആ, ഇപ്പൊ അൺമ്യൂട്ടായി. ഇപ്പൊ ശരിയാണ്. ഓക്കെ, പറഞ്ഞോ.
കവിയത്രം ഉണ്ടായിരുന്നു. അവർ ഈ അവർക്ക് വളരെ നല്ല സ്വീകരണം കിട്ടും. ക്ലിയർ ആവുന്നില്ല സാറേ, ഇടയ്ക്ക് ഡിസ്റ്റർബൻസ് വരുന്നുണ്ടല്ലോ. സൗണ്ടേ നെറ്റിന് പ്രോബ്ലം തോന്നുന്നു. അവര് നല്ല കവിയത്രിയും നല്ല പ്രാവീണ്യമുള്ളവരാണ്. ഓരോ രാജ്യത്തും ചെന്നിട്ട് രാജാക്കന്മാർ തമ്മില് ഒരു സൗഹൃദം ഉണ്ടാക്കാൻ നല്ല ഒരിക്കലും ഒരു രാജ്യം ചെറിയ അത് നല്ല യുദ്ധത്തിലൊക്കെ വളരെ നൈപുണ്യവും വളരെ സാമർഥ്യശാലിയാണ്. അതേസമയത്ത് ഇവരുടെ ശത്രു പറഞ്ഞ ആൾ വളരെ ശക്തി നിന്നതാണ്. ഇവർ അവിടെ ചെന്ന് പറഞ്ഞു, ഇവിടെ ഒന്ന് നോക്കുമ്പോൾ നിന്റെ പടക്കുകളൊക്കെ നല്ല രീതിക്ക് അലങ്കരിച്ച് അതിനെ വളരെ വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ വന്നിട്ട് രാജാവിന്റെ പടക്കുകളും കാണുന്നുണ്ടെങ്കിൽ എന്നും പിന്നെ ആ ഉല്ലന്റെ അല്ലെങ്കിൽ ആ നമ്മുടെ പിന്നെ ഇരുമ്പ് കൊണ്ട് ചെയ്യുന്നവന്റെ അടുത്താണ് കിടക്കുന്നത്. ഒരിക്കലും അങ്ങർക്ക് ആ കൊല്ലന്മാർക്ക് ആ പണി തീർന്നിട്ടുള്ള സമയം കിട്ടുന്നില്ല. അത്രയ്ക്ക്, അതായത് യുദ്ധം ചെയ്ത് അവരുടെ പണിക്കോപ്പുകളും വാളും പരിചയം എല്ലാം കേടായി വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നത്. അതുകൊണ്ട് അങ്ങനത്തെ രാജാവിനോട് ചെന്ന് നീ വന്നിട്ട് ഇങ്ങനെ യുദ്ധം ചെയ്യാനൊന്നും പോകണ്ട, അവനോട്ട് അനുരഞ്ജനമായിട്ട് ആവുന്നതായിരിക്കും നല്ലത് എന്ന് വേറെ രീതിക്ക് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ പണ്ട് പല ഇതുണ്ട്. നമ്മുടെ ഈ പറയല്ലേ ദൂത് എന്ന് പറഞ്ഞിട്ട് രാജ്യവും തമ്മിലാണ് ഇവിടെ പറയുന്നുണ്ടെങ്കിലും അല്ലാതെ തന്നെ എത്രയോ പറയല്ലോ പ്രേമകാവ്യങ്ങൾ ഉണ്ടായിട്ടുള്ളതും എല്ലാം ദൂതിൽ കൂടിയാണ്. നളദമയന്തിയുടേതായിട്ടായാലും ഹംസം പോയിട്ടുള്ളതും അല്ലെങ്കിൽ മേഘസന്ദേശമായിട്ടുള്ള ദൂതുകളൊക്കെ ഇഷ്ടംപോലെ ദൂതുകളുണ്ട്. അത് ഓരോ തരത്തിലും അത് അതിൻ്റെ പ്രത്യേകതയായിട്ടുള്ളതുണ്ട്. പിന്നെ തന്നെ അങ്കദൻ ദൂതുപടലം എന്ന് പറഞ്ഞിട്ടുണ്ട്, ഹനുമാന്റെ ദൂതുപടലുണ്ട്. ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ ദൂത് പോകുന്നുണ്ട്, ഓരോ ദൗത്യമായിട്ട് പോകുന്നു, അതിന് നിർവഹിക്കുന്നുണ്ട് എന്നുള്ളതിനെ 2000 മാസം മുമ്പാണെങ്കിൽ പോലും വളരെ ഭംഗിയായിട്ട് അതിന്റെ ഇത് പറഞ്ഞു ഒപ്പിക്കുന്നുണ്ട്. ഇന്ന് ഞാൻ പറഞ്ഞ പുറത്തായതുകൊണ്ടാണ് ഞാൻ വരാത്തത്. മാത്രമല്ല നല്ല പ്രഗത്ഭരായ 2 പേര് ഇപ്പം വന്നിട്ടുണ്ട്, പ്രൊഫസറും നമ്മുടെ മണികണ്ഠ സാറും. ഈ 2 പേരും എടുക്കുന്ന രീതിക്കൊന്നും ഞാൻ ഉയർന്നു വരാൻ പറ്റത്തില്ല. ഞാൻ സാധാരണ ഈ പറഞ്ഞ ഉള്ളു മറ്റൊക്കെ വായിച്ചിട്ടുള്ളതും പിന്നെ കേട്ടിട്ടുള്ളതേ ഉള്ളൂ. അതാണ് അവരെ കൊണ്ട് തന്നെ കയ്യിലെടുക്കാൻ ഞാൻ ശ്രമിക്കുന്നത്. വളരെ നന്നായിരുന്നു. പോയി ഓക്കെ സാർ, താങ്ക് യു. അപ്പോൾ തീർച്ചയായിട്ടും വളരെ പ്രയോജനമായിരുന്നു. എനിക്ക് മണികണ്ഠൻ സാർ ഇടയ്ക്ക് വെച്ച് എന്തോ കണക്ഷൻ എന്തോ പ്രശ്നം വന്നിട്ടുണ്ട്. അതൊഴിച്ച് ബാക്കിയെല്ലാം നമ്മൾ ചെയ്തു. ആ സമയത്തും കൃത്യമായിട്ട്. ഓക്കെ, ഇനി രമാവതി മാം പറയും. எல்லாருமே தமிழ் நல்ல மாதிரி பேசுது கேட்குമ്പോ എനിക്ക് സങ്കടം തോന്നുന്നു. എനിക്ക് கொஞ்சம் தெரியும். ഇന്നത്തെ സംഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ രാജാക്കന്മാർക്കായാലും ദൂതന്മാര് നല്ല രീതിയിൽ അല്ലെങ്കിൽ രാജ്യത്തിന് തന്നെ വിപത്താണ്. കാരണം യുദ്ധം ചെയ്യുന്നതായിട്ടും അല്ലാതെ നമ്മൾ മറ്റു രാജ്യങ്ങളായിട്ട് നല്ല രീതിയിൽ പോയില്ലെങ്കിൽ അതിപ്പം അവരുടെ എല്ലാ രീതിയിലും രാജാവിനോടുള്ള പെരുമാറ്റമായാലും മറ്റുള്ളവരുടെ പെരുമാറ്റമായാലും അതിൽ തന്നെ പറയുന്നുണ്ട്, നമ്മള് ഒരിതാണ് സംസാരിക്കുമ്പോ വിനയത്തോട് തന്നെ സംസാരിക്കണം. അല്ലാതെ നമ്മൾ കാണുമ്പോ തന്നെ ഇപ്പം ട്രെയിനിൽ പോകുമ്പോ മുന്നിലിരിക്കുന്നില്ലേ എന്തോ ഒരു മുഖം അല്ലാണ്ട് എന്തോ പിടിച്ചിട്ട് എനിക്ക് ഇറിറ്റേഷൻ പോയല്ലായിരുന്നു. അങ്ങോട്ട് നോക്കുന്നില്ല, മുഖാവം അങ്ങനെ നമുക്ക് ഇല്ല. അല്ലാതെ എപ്പോഴും ഒരു രമാവതി മാമിൻ്റെ നെറ്റിന് എന്തോ പ്രോബ്ലം ഉണ്ടോ അല്ലേ? ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യണ്ടോ? ജോഷ് സാർ, അമന മാം, എന്തെങ്കിലും? കുറെ പേരുണ്ടല്ലോ, അവരൊന്നും ആരും മിണ്ടുന്നില്ലല്ലോ. ഞാനിതിങ്ങനെ ഓർത്തു, സാർ എല്ലാ ദിവസവും കൃത്യമായിട്ട് വരുന്നു. നായനാർ സാറിന് കൃത്യമായിട്ട്
വെള്ളിയാഴ്ച മാത്രം പോലും വരാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ സാർ എന്തായാലും റിസ്ക് എടുക്കുന്നുണ്ടെന്ന് ഞാനിങ്ങനെ ഓർത്തു. അതെ അതെ, തീർച്ചയായും. ഞാൻ ഈ പറഞ്ഞ പോലെ പറന്നാ വരുന്നത്. ഓക്കെ, റോയ് സാർ ഒന്ന് അൺമ്യൂട്ട് ചെയ്യും, നമുക്ക് വൈൻഡപ്പ് ചെയ്തേക്കാം, താമസിക്കണ്ട. ഏതായാലും ഒരു മെസ്സഞ്ചറെ എങ്ങനെ വേണമെന്ന് മനസ്സിലായി. ഇത് എങ്ങനെ തെരഞ്ഞെടുക്കും എന്നുള്ള ഒരു വിഷയം, ഇങ്ങനെയുള്ള ആൾക്കാരെ. എടുത്തു കഴിയുമ്പോ അറിയാം അല്ലേ, എടുത്തു കഴിയുമ്പോ അറിയാം. എടുത്തു കഴിയുമ്പോ അറിയാം. അപ്പൊ ഇത് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആയിരിക്കണം എന്ന് പറയുന്നത് സംഭവിച്ചു. പക്ഷെ അത് പ്രാക്ടിക്കലായിട്ട് നമുക്ക് ഒരാളെ കണ്ടുപിടിക്കാൻ പാടാം ഈ കാര്യത്തിൽ. നമ്മള് കണ്ടുപിടിച്ചാൽ അത് ചാരനായി പോകും. ചാരനായി പോകും, അറിയാനും പറ്റില്ല. ഏതായാലും ക്വാളിറ്റീസ് ഒക്കെ നമുക്ക് മനസ്സിലായി. അത് ആകാശത്തെ ടോപ്പിക്ക് രാജസേവയാണ്. സർവീസ് ടു കിങ്. രാജാവിനെ ചേർന്ന് ഇരിക്കുക എന്നുള്ളതാണ് തമിഴിലേത്. മന്നര് ചേർന്ന് രാജസേവ, സർവീസ് ടു കിങ്. സ്നേഹശീലവും കുലബന്ധവും സംസ്കാര ഗുണങ്ങളും ഒക്കെ ഉണ്ടാവണം, അറിവ് വേണം, സംഭാഷണ ശൈലി നന്നായിരിക്കണം. അതൊക്കെ നമുക്ക് പരിഹരിക്കാവുന്നതാണ്. രൂപസ്വാതന്ത്ര്യവും സൗന്ദര്യവും ഒരു പ്രധാനപ്പെട്ട കേസാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ള അറിവ്, പിന്നെ ഒരു കാരണവശാലും ഈ പറഞ്ഞു വിട്ട ആൾക്ക് ദോഷം വരുന്ന കാര്യങ്ങൾ സംസാരിക്കാൻ, ഒരിക്കലും അബദ്ധത്താൽ പോലും സംസാരിക്കാനുള്ള അവസരം ഉണ്ടാവരുത് എന്ന് പറയുന്ന കാര്യം അവരുടെ ഡ്യൂട്ടിയിൽ കാണുന്ന കുറെ ഭാഗങ്ങളാണ്. ഓക്കെ. പിന്നെ ഒരു കാരണവശാലും ഈ പറഞ്ഞു വിട്ട ആൾക്ക് ദോഷം ഉണ്ടാക്കരുത് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെ. ഓക്കെ. ഏതായാലും ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി വെക്കുന്നത് കൊണ്ട് ഒത്തിരി ഗുണങ്ങളുണ്ട്. അതിന് അവസരം വന്നതിന് വളരെയധികം സന്തോഷം. താങ്ക് യു സർ. സാറേ, BSNL സാറേ, BSNL എന്നെ കുറച്ച് പാടുപെടുന്നുണ്ട്. അത് കളയേണ്ട സമയം കഴിഞ്ഞത്. അപ്പം മുല്ലപ്പൂവിന് മണം ഉണ്ടോ? നല്ല വാസന ഉണ്ടോ? സാറേ അത് നന്നായിരുന്നു ഞാൻ കുറച്ച്, അതായത് നാളെ കേരളപ്പിറവിയാണ് കേട്ടോ, നാളെ കേരളപ്പിറവിയാണ്. അല്ല, അത് പാടിപ്പോയി സാറേ. അതാണ് ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നാളെ ചൂടാനുള്ളതായിരുന്നു. കവറിലിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുപോകും. ഒരു ടവല് നനച്ചിട്ട് വെക്കണം. അപ്പൊ ഉണ്ടല്ലോ സാറേ, ചില സമയത്ത് അപ്രിയമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് നല്ല സംഭാഷണങ്ങൾ ഇങ്ങനെ തുടങ്ങി കഴിയുമ്പോ ചില ആൾക്കാർക്ക് ഒരു സംഭവമുണ്ട്. അവരുടെ പഴയ എന്തെങ്കിലും നെഗറ്റീവായിട്ട് അത് പെട്ടെന്ന് എടുത്തിടും. അല്ല, നീ പണ്ട് അങ്ങനെ ചെയ്തത്, നിന്റെ ആ മോളൊരു പ്രശ്നം ഉണ്ടായില്ല, അതിപ്പോ എന്തെങ്കിലും അവര് രണ്ടാമത് എന്തെങ്കിലും പറഞ്ഞോന്ന് പറഞ്ഞിട്ട് ആകെ ബേജാറാക്കി കളയും. അങ്ങനെയുള്ളവരും ഉണ്ട്. അപ്പൊ ഈ സംസാരിക്കുന്നത് പോലും വളരെ നല്ല രീതിയിലായിരിക്കണം. കാരണം നമ്മളെ കൊണ്ട് അവർക്ക് നല്ല, എന്താ പറയണ്ട, എന്തെങ്കിലും പോസിറ്റീവ് എന്തെങ്കിലും കിട്ടുക, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് എന്തെങ്കിലും വിവരങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഇന്ന പോലെ ഉണ്ട്, നീ അറിഞ്ഞിരുന്നോ? അതെല്ലാം നമ്മളോട് ഇഷ്ടമല്ല ഉണ്ടാവുക. അല്ലാത്ത രീതിയിൽ ഈ സംസാരം പോലും മോശമായി കഴിഞ്ഞാൽ നമ്മളെ കാണുമ്പോൾ തന്നെ വണ്ടി വിടും അവര്, അവിടുന്ന് എവിടേക്കെങ്കിലും ഓടി വയ്ക്കും. ശരി സർ, താങ്ക് യു. നല്ലതായിരുന്നു. എല്ലാവർക്കും താങ്ക് യു. ഓരോരാളെയും പേരെടുത്ത് പറയുന്നില്ല, മൊത്തത്തില്. സാറേ, ഞാൻ ഒരു കാര്യം ഒന്ന് ആഡ് ചെയ്തു. ഹലോ, നമുക്കിപ്പോ ചില മാനദണ്ഡങ്ങളൊക്കെ വെക്കാവുന്നേ ഉള്ളൂ. ഇപ്പൊ ഈ തിരുവള്ളുവര് 3 ക്വാളിറ്റീസ് ആണ് അതിൻ്റെ അകത്ത് പറയുന്നത്. അപ്പൊ ചുരുക്കത്തില് അത് എല്ലാം കൂടി ഒരു ബ്രോഡായിട്ട് ചിന്തിച്ച് കഴിയുമ്പോൾ ഒരു കുലീനത്വം ഉണ്ടായിരിക്കുക, മാന്യത ഉണ്ടായിരിക്കുക. ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു സംഗതി അതാണ്. ഈ ഒരു കുലീന സ്വഭാവം നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ടാണല്ലോ ഇപ്പൊ പല പഞ്ചായത്തുകളിലാകട്ടെ നമ്മൾ ഈ ഭരണത്തിൽ കയറി കഴിയുമ്പോൾ 2 കൊല്ലമെന്നും 2.5 കൊല്ലമെന്നും ഒക്കെ പറഞ്ഞ് കയറുന്നവർ ഇറങ്ങത്തില്ല.